ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. STQC കഴിഞ്ഞിട്ട് പുതിയ പ്രോഡക്റ്റുകളൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാമറ കമ്പനി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ STQCയുടെ സൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പ്രാമ ആയിരിക്കും. പ്രാമ ഹിക്വിഷൻ എന്നാണ് എനിക്ക് പറയാൻ എൻ്റെ വായിൽ വന്നത്. കാരണം കുറേ നാളുകളായിട്ട് പ്രാമ ഹിക്വേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ പ്രാമയും ഹിക്വേഷനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് കമ്പനികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം പ്രാമയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ഈ ഹിക്വേഷൻ്റെ NVR എടുത്ത് വെച്ചതെന്നായിരിക്കും നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഇപ്പോൾ പ്രാമയുടെ NVR ഉണ്ട്. കണ്ടോ, ഇതാണ് പ്രാമയുടെ NVR. ഇത് 16 ചാനൽ ഹിക്വേഷൻ്റെ NVR ആണ്. അതിനോടൊപ്പം ഞാൻ വെച്ചിരിക്കുന്നത് 16 ചാനൽ പ്രാമയുടെ NVR ആണ്. രണ്ടും K2 സീരീസിൽ വരുന്നതാണ്. K2 സീരീസ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും, രണ്ട് ഹാർഡ് ഡിസ്ക് ഇടുന്ന AI ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള NVR. നോക്കിക്ക് എന്തെങ്കിലും വ്യത്യാസം ഇത് തമ്മിൽ നമുക്ക് കാണാനുണ്ടോ? ഇതുപോലെ തന്നെയാണ് ക്യാമറയുടെ കേസിൽ വരുന്നത്. ഓൾമോസ്റ്റ് ലുക്സ് സിമിലർ, അല്ലേ? 100 ക്യാമറകൾ ലോകം മുഴുവൻ വിൽക്കുന്ന സമയത്ത് അതിൽ 17 എണ്ണവും ഇക്വേഷൻ ആണെന്നാണ് പല ഇന്റർനെറ്റ് സോഴ്സുകളും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇക്വേഷൻ എത്രത്തോളം പോപ്പുലാരിറ്റി? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പിക്ചർ ക്വാളിറ്റി ആണ്. ആ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും പറയും വേറൊരു ക്യാമറ ഞങ്ങൾക്ക് വേണ്ടതാണ്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇക്വേഷന്റെ AI ഫീച്ചേഴ്സ്, അതായത് അക്യൂസെൻസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആ ഒരു ഫീച്ചർ ആയിരിക്കാം. കാരണം പല ക്യാമറകളിലും പല NVRകളും നമുക്ക് കാണാത്ത രീതിയിൽ നല്ല ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ആവുന്ന AI ഫീച്ചേഴ്സ് ഇക്വേഷനിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ലോഡഡ് ആണെന്ന് പറഞ്ഞാലും ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് അയാൾ ഒരു സൈറ്റിൽ പോകുന്ന സമയത്ത് അയാൾക്കിട്ട് പണി തരുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും റെഫർ ചെയ്യില്ല. പക്ഷേ ടെക്നീഷ്യന്മാരെയൊക്കെ സംബന്ധിച്ച് ഇക്വേഷൻ എന്നുള്ള ഒരു ബ്രാൻഡ് അവർക്ക് നല്ലൊരു ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എവിടെയെങ്കിലും നമ്മൾ ഈ NVR ക്യാമറയൊക്കെ ആയിട്ട് ഒരു ഇൻസ്റ്റലേഷന് പോകുമ്പോൾ പെട്ടുപോവില്ല എന്നൊരു വിശ്വാസം അവരുടെ മൈൻഡിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾ നെക്സ സിസ്റ്റത്തെ സംബന്ധിച്ച് ഹിക്വേഷൻ എന്തുകൊണ്ടാണ് ഒരു പ്രൈമറി ബ്രാൻഡ് ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഹിക്വേഷന്റെ ആ ഒരു എക്കോ സിസ്റ്റം. അപ്പൊ എന്താണ് ഹിക്വേഷന്റെ എക്കോ സിസ്റ്റം? IP ക്യാമറ ഹിക്വേഷൻ ഉണ്ട്, ആക്സസ് കൺട്രോളർ ഉണ്ട്, ബൂം ബാരിയർ ഉണ്ട്, VDP ഉണ്ട്, സ്മാർട്ട് ഡോർ ലോക്ക് ഉണ്ട്, അറ്റൻഡൻസ് മെഷീൻ ഉണ്ടെന്ന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻട്രൂഷൻ ഡിറ്റക്ഷന്റെ കൺട്രോൾ പാനലുമായിട്ട് ഒരു ലൈറ്റ് മൊഡ്യൂൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിമ്പിൾ ഓട്ടോമേഷനും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികൾക്കും ഉണ്ട്. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിക്വേഷനിൽ ഒരു യുണീക്ക് എക്കോ സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഹിക് കണക്ട് പാർട്ട്ണർ പ്രോ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. നമുക്ക് ടെക്നീഷ്യന്മാർക്ക് നമ്മളെ പോലെയുള്ള കമ്പനികൾക്ക് തരുന്ന ഒരു അക്കൗണ്ട് ആണ്. അതായത് ക്ലയന്റിന് ഹിക് കണക്ട് എന്നുള്ളൊരു മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ ഹിക്വേഷൻ നമ്മളെ പോലെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കുന്ന മറ്റൊരു അക്കൗണ്ട് ആണ് ഹിക് കണക്ട് പാർട്ണർ പ്രോ. അപ്പൊ ഈ ഹിക് കണക്ട് പാർട്ണർ പ്രോ വഴി നമുക്ക് എന്തെങ്കിലും ആവശ്യം കസ്റ്റമർ പറയുവാണെങ്കിൽ, ഉദാഹരണത്തിന് മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഈ ഹാർഡ് ഡിസ്ക് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് തരണം, ഇങ്ങനെയൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാതെ തന്നെ റിമോട്ടായിട്ട് അത് പരിഹരിക്കാൻ സാധിക്കും. അതാണ് എന്നെ പോലെയുള്ള, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളെയും ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. പല ആൾക്കാരും പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാമ എന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രാമയ്ക്കില്ല. ഇക്വേഷന്റെ ആപ്പ് വഴി നമുക്ക് ഈ ഒരു പ്രാമയെ അതിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാമയുടെ NVR ഇക്വേഷന്റെ ആ ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിൽ ഞാനിവിടെ കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇക്വേഷന്റെ ആ ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ID പാസ്വേഡൊക്കെ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലാണ് അവർ അതിന് പെർമിഷൻ തരുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രാമയുടെ നമ്മുടെ NVR ആണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഇതിനുള്ളിൽ കൂടെ തന്നെ കസ്റ്റമറുടെ പെർമിഷനോട് കൂടി മാനേജ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നതെല്ലാം ലോക്കാണ്, അതായത് കസ്റ്റമർ പെർമിഷൻ തന്നിട്ടില്ല. ഇപ്പൊ അവർക്കൊരു സപ്പോർട്ട് വേണം എന്നുള്ള ആഗ്രഹത്തോടെ അവർ നമുക്ക് പെർമിഷൻ തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കയറിയിട്ട് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതായത് ഇക്വേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിന്റെ അതേ ഫാമിലിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അതിനോട് എത്രത്തോളം ശരിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങളെ കാണുന്നത് ഗവൺമെന്റിന്റെ സൈറ്റില് STQC കിട്ടിയിരിക്കുന്ന ക്യാമറകളുടെ ഒരു ലിസ്റ്റാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രാമയുടെ പ്രോഡക്റ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ CP+ന്റെ പ്രോഡക്റ്റ് കാണാൻ പറ്റും, പിന്നെ നമുക്ക് സ്പർശിന്റെ പ്രോഡക്റ്റ് കാണാൻ പറ്റും, അതുപോലെ മെട്രിക്സ് കാണാൻ പറ്റും, അതുപോലെ ഹണിവെൽ ഇമ്പാക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ പല പ്രോഡക്റ്റുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്, സർട്ടിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് CP+നും അതുപോലെ തന്നെ പ്രാമയ്ക്കുമാണ്. അപ്പൊ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് ആവശ്യം, ആ ഒരു പ്രോഡക്റ്റ് STQC സർട്ടിഫൈഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് ആ പ്രോഡക്റ്റിന്റെ മോഡൽ നമ്പർ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ആ പ്രോഡക്റ്റിന്റെ മോഡൽ നമ്പറും ക്യാമറയുടെ പടം അടക്കം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ പ്രാമയുടെ ഒരു ക്യാമറയാണ്. ഈ ക്യാമറ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം കാണിച്ചിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ CP+ന്റെ ആണെങ്കിലൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ BIS സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം TP ലിങ്കിന് കിട്ടി എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഈ BIS സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ STQCയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. BIS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രോഡക്റ്റ്, ക്യാമറ പോലുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് വിൽക്കാൻ വേണ്ട ഏറ്റവും മിനിമം യോഗ്യതയാണ്. BIS സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും അത് നയതന്ത്ര പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സ്ഥലങ്ങളിൽ വെക്കണം എന്നുണ്ടെങ്കിൽ STQC എനേബിൾഡ് ആയിട്ടുള്ള പ്രാമ, അതുപോലെ CP+, അതുപോലെ സ്പർശ് പോലെയുള്ള ക്യാമറ കമ്പനികളായിരിക്കണം. അപ്പോൾ BIS സർട്ടിഫിക്കറ്റ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലൊക്കെ വെക്കണതിന് കുഴപ്പമില്ല. ഗവൺമെന്റ് പറയുന്നത് STQC സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഏറ്റവും സുരക്ഷിതം എന്നാണ്. ഇപ്പൊ പ്രാമ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ കാശ് വാങ്ങിച്ചിട്ടൊന്നും അല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പ്രാമ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നെക്സാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രാമ കമ്പനിയുടെ കാശ് വാങ്ങിച്ചിട്ട് അല്ല ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഹിക്വിഷന്റെ ക്യാമറ പ്രാമയുടെ NVR, പ്രാമയുടെ ക്യാമറ ഹിക്വിഷന്റെ NVR അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോമ്പാറ്റബിൾ ആണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സാധനം ഒന്ന് മാറ്റി വെക്കേണ്ട വന്നാലും ഒരു കുഴപ്പമില്ല, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആണ്. ഈവൻ AI ഫീച്ചേഴ്സ് പോലും വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഞാനത് അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല വീഡിയോയും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ, അതായത് ഈ NVRന്റെ അൺബോക്സിങ്, അതിന്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണം. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ആകണമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരുന്ന ദിവസം ഈ NVR അതുപോലെ പ്രാമയുടെ ക്യാമറയാണ് ദേ ഇരിക്കുന്നത്. അപ്പോൾ ആ ക്യാമറകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഹിക്വിഷന്റെ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും നിലനിർത്തിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവും കൂടെ ചെയ്ത് തന്നിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഏതാണ് ഇപ്പോൾ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാൻ എനിക്ക് വേറെ ഒന്നുമില്ല, അത് പ്രാമ തന്നെയാണ്.